Hello and welcome to Everyday English Speaking and Writing Skills. ഇന്നത്തെ വീഡിയോ ലെസണിൽ മാറ്റർ MATTER എന്ന ഇംഗ്ലീഷ് വാക്ക് കൊണ്ടുള്ള സെന്റൻസസ് ആണ് ഞാൻ പഠിപ്പിക്കുന്നത്. മാറ്റർ എന്ന് പറഞ്ഞാൽ വിഷയം, കാര്യം അല്ലെങ്കിൽ സംഗതി. ഓക്കെ, ഇത് രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ പാർട്ട് 1 ആണ്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. താങ്കളോട് വ്യക്തിപരമായ ഒരു കാര്യം സംസാരിക്കാമോ? താങ്കളോട് വ്യക്തിപരമായ ഒരു കാര്യം സംസാരിക്കാമോ? Could I talk to you about a personal matter? Could I talk to you about a personal matter? Personal matter എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ, പേഴ്സണൽ എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ, മാറ്റർ കാര്യം അല്ലെങ്കിൽ സംഗതി അല്ലെങ്കിൽ വിഷയം. സോ കുഡ് ഐ ടോക്ക് ടു യു, എനിക്ക് നിങ്ങളോട് സംസാരിക്കാമോ ഒരു വ്യക്തിപരമായ കാര്യത്തെക്കുറിച്ച്. ആ കാര്യത്തെക്കുറിച്ച് അവന് അറിവില്ല എന്നാണ് അവൻ പറഞ്ഞത്. ആ കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് അവന് അറിവില്ല എന്നാണ് അവൻ പറഞ്ഞത്. He said he had no knowledge of that matter. He said he had no knowledge of that matter. അപ്പൊ ഇവിടെയും നമ്മൾ മാറ്റർ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹി സെഡ്, അവൻ പറഞ്ഞു. ഹി ഹാഡ് നോ നോളജ്, അവന് യാതൊരു അറിവും ഇല്ല. ഓഫ് ദാറ്റ് മാറ്റർ, ആ മാറ്ററിനെ കുറിച്ച് അല്ലെങ്കിൽ ആ കാര്യത്തെ കുറിച്ച്. ഇവിടെ നമുക്ക് ഓഫിന് പകരം ഇൻ അല്ലെങ്കിൽ ഓൺ ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഓഫ് ദാറ്റ് മാറ്ററിന് പകരം ഇൻ ദാറ്റ് മാറ്റർ അല്ലെങ്കിൽ ഓൺ ദാറ്റ് മാറ്റർ. എന്നെ തിരിച്ചു വിളിക്കൂ, ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നെ തിരിച്ചു വിളിക്കൂ, ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ നമ്മൾ ഒരാളുടെ ഫോൺ ചെയ്യുന്നു, അയാൾ ഫോൺ എടുക്കുന്നില്ല, നമ്മളൊരു വോയിസ് മെസ്സേജ് കൊടുക്കുകയാണ്. എന്നെ തിരിച്ചു വിളിക്കൂ, ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്ലീസ് ഫോൺ മീ ബാക്ക്, ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഇമ്പോർട്ടൻസ്. പ്ലീസ് ഫോൺ മീ ബാക്ക് അല്ലെങ്കിൽ നമുക്ക് പ്ലീസ് കോൾ മീ ബാക്ക് അങ്ങനെയും പറയാം. ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഇമ്പോർട്ടൻസ്. ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ള ഒരു മാറ്റർ ആണ്, ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്ലീസ് കോൾ അല്ലെങ്കിൽ പ്ലീസ് ഫോൺ മീ ബാക്ക്. ഇതിനെ നമുക്ക് വേറൊരു രീതിയിലും വേണമെങ്കിൽ പറയാം. ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് മാറ്റർ, കോൾ മീ ബാക്ക് ASAP. ASAP എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് ഫോം ആണ്. ഇതിന്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ ആസ് സൂൺ ആസ് പോസിബിൾ. ആസ് സൂൺ ആസ് പോസിബിൾ, അതായത് കഴിയുന്നത്ര വേഗത്തിൽ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന്. ഈ സമയത്തുള്ള അവളുടെ രാജി കാര്യങ്ങൾക്ക് ഒട്ടും സഹായകരമാവില്ല. ഈ സമയത്തുള്ള അവളുടെ രാജി കാര്യങ്ങൾക്ക് ഒട്ടും ജോലി രാജിവെക്കുന്നതിനെ നമ്മൾ എന്താ പറയുക? ടു റിസൈൻ. റിസൈൻ എന്ന് പറയുന്നത് ഒരു വേർബാണ്. അതിന്റെ നൗൺ ഫോമാണ് റെസിഗ്നേഷൻ. അപ്പോ രാജി വെക്കുക എന്നതിന്റെ നൗൺ ആണ് രാജി, അതായത് റെസിഗ്നേഷൻ. Her resignation at this time will not help matters. Will not help, സഹായകരമാവില്ല. matters, കാര്യങ്ങൾക്ക് ഒട്ടും സഹായകരമാവില്ല. will not help matters. ഇതിനെ നമ്മൾ വേറൊരു രീതിയിൽ പറഞ്ഞു നോക്കാം. കാര്യങ്ങൾ ഇപ്പോഴേ മോശമാണ്, അവളുടെ രാജി അതിനെ കൂടുതൽ വഷളാക്കാൻ പോവുകയാണ്. കാര്യം ഇപ്പോഴേ മോശമാണ്, അവളുടെ രാജി അതിനെ കൂടുതൽ വഷളാക്കാൻ പോവുകയാണ്. The matter is already bad and her resignation is going to make it worse. The matter is already bad and her resignation is going to make it worse. The matter, കാര്യം, is already bad, ഇപ്പോഴേ ബാഡ് ആണ്, മോശമാണ്. And her resignation, അവളുടെ രാജി, is going to make it worse. Going to make it worse. Worse എന്ന് പറയുന്നത് ഈ ബാഡ്, മോശം എന്നതിന്റെ ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അതായത് വളരെ മൂർധന്യാവസ്ഥേനെയാണ് ഇവിടെ പറയുന്നത്. സാധാരണ ഒരു കാര്യം ബാഡ് ആണ്, അതിലും ബാഡ് ആണെങ്കിൽ എന്താ പറയുക? വെരി ബാഡ്. ഈ വെരി ബാഡിനെ കാട്ടി മോശമാണെങ്കിൽ we can use the word worse. അപ്പൊ ഇവിടെ പറയുന്നത് ഓൾറെഡി ബാഡ് ആണ് കാര്യം, മാറ്റർ. അത് അവള് രാജി വെക്കുന്നതോട് കൂടി ഇറ്റ് ഈസ് ഗോയിങ് ടു മേക്ക് ഇറ്റ് വേഴ്സ്, അത് കൂടുതൽ വഷളാവാൻ പോകുകയാണ്. അപ്പോ WORSE
WSE. അത് വേഴ്സ് എന്നാണ് പറയേണ്ടത്. വർസ് എന്ന് പറയരുത്, വേഴ്സ്. കേക്ക് ഉണ്ടാക്കുന്നത് പ്രയാസമുള്ള കാര്യമല്ല. പാചകവിധി പ്രകാരം ചെയ്താൽ മതി. കേക്ക് ഉണ്ടാക്കുന്നത്, കേക്ക് ഉണ്ടാക്കുക എന്നതിനെ ബേക്ക് എ കേക്ക് എന്നാണ് പറയുക. ഓക്കെ, സോ കേക്ക് ഉണ്ടാക്കുന്നത് പ്രയാസമുള്ള കാര്യമല്ല. പാചകവിധി പ്രകാരം ചെയ്താൽ മതി. ബേക്കിംഗ് എ കേക്ക് is not a difficult matter. Just do as in the recipe. Baking a cake, അതായത് കേക്ക് ഉണ്ടാക്കുന്നത് is not a difficult matter. അത്ര പ്രയാസമുള്ള മാറ്റർ അല്ല, കാര്യമല്ല. Just do as in the recipe. പാചകവിധി എന്നതിനെ ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത് റെസിപ്പി എന്നാണ് പറയുക. റെസിപ്പി, അതിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കൂ. RECIPE. അപ്പോൾ റെസിപ്പ് എന്ന് പറയരുത്, അല്ലെങ്കിൽ റിസൈപ്പ് എന്ന് പറയരുത്. റെസിപ്പി, പാചകവിധി. പാചകവിധിയിൽ പറഞ്ഞ പ്രകാരം ചെയ്താൽ മതി. ജസ്റ്റ് ഡു ആസ് ഇൻ ദി റെസിപ്പി. റെസിപ്പിയിൽ പറഞ്ഞ പ്രകാരം ചെയ്യുക. അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ചിരിക്കേണ്ട കാര്യമല്ല. അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ചിരിക്കേണ്ട കാര്യമല്ല, അല്ലെങ്കിൽ അതൊരു തമാശയല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഗെറ്റിംഗ് അറസ്റ്റഡ് ഇസ് നോ ലാഫിംഗ് മാറ്റർ. ഗെറ്റിംഗ് അറസ്റ്റഡ്, അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഇസ് നോ ലാഫിംഗ് മാറ്റർ. ലാഫ് എന്ന് പറഞ്ഞാൽ ചിരിക്കുക. നോ ലാഫിംഗ് മാറ്റർ എന്നത് ഇംഗ്ലീഷിലെ ഒരു ഇഡിയം ആണ്. ഇഡിയം എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ യൂസേജ് ആണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഇസ് നോ ലാഫിംഗ് മാറ്റർ, ഒരു കാര്യം നോ ലാഫിംഗ് മാറ്റർ എന്ന് പറഞ്ഞാൽ അത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്, തമാശയല്ല, ചിരിക്കേണ്ട കാര്യമല്ല എന്നാണ് അർത്ഥം. ഇതെനിക്ക് വളരെ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇതെനിക്ക് വളരെ വലിയ ആശങ്ക അല്ലെങ്കിൽ ഉത്കണ്ഠ ഉണ്ടാക്കുന്ന കാര്യമാണ്. This is a matter of great concern to me. This is a matter of great concern. Great concern എന്ന് പറഞ്ഞാൽ വളരെ വലിയ ആശങ്ക. Concern എന്ന് പറഞ്ഞാൽ ആശങ്ക അല്ലെങ്കിൽ ഉത്കണ്ഠ. Great എന്ന് പറഞ്ഞാൽ വളരെ വലുത് എന്നർത്ഥം. So this is a matter of great concern to me. ഈ കാര്യം എനിക്ക് വളരെ വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. അവന്റെ ഫോൺ കോളുകൾ എടുക്കാത്തത് മൂലം നീ കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. അവന്റെ ഫോൺ കോളുകൾ എടുക്കാത്തത് മൂലം നീ കാര്യങ്ങളെ വളരെ സങ്കീർണമാക്കുകയാണ്. You are complicating matters by not taking his phone calls. You are complicating matters. Complication എന്ന് പറഞ്ഞാൽ സങ്കീർണം. അപ്പോൾ കോംപ്ലിക്കേറ്റിംഗ് പറഞ്ഞാൽ സങ്കീർണമാക്കുക. യു ആർ കോംപ്ലിക്കേറ്റിംഗ് മാറ്റേഴ്സ്, കാര്യങ്ങളെ നീ കോംപ്ലിക്കേറ്റ് ചെയ്യാണ്. ബൈ നോട്ട് ടേക്കിംഗ് ഹിസ് ഫോൺ കോൾസ്, അവന്റെ ഫോൺ കോളുകൾ എടുക്കാത്തതിന്റെ പേരിൽ നീ മാറ്റേഴ്സിനെ, കാര്യങ്ങളെ കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്യുകയാണ്. യു ആർ കോംപ്ലിക്കേറ്റിംഗ് മാറ്റേഴ്സ് ബൈ നോട്ട് ടേക്കിംഗ് ഹിസ് ഫോൺ കോൾസ്. മാനേജർ ഈ വിഷയം പരിശോധിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. മാനേജർ ഈ വിഷയം പരിശോധിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. The manager said he would look into this matter. The manager said he would look into this matter എന്ന് പറഞ്ഞാൽ ഈ മാറ്റർ, ഈ കാര്യത്തിനെ അയാൾ പരിശോധിക്കാം, അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അയാൾ അത് നോക്കാം എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. The manager said he would look into this matter. ഇതും ഒരു ഇഡിയമാണ്. Look into a matter എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നോക്കി മനസ്സിലാക്കുക. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.